ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി. ദേവസ്വം ജീവനക്കാരും പ്രതികൾ. കൂടുതൽ വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, ഒടുവിൽ കേസ് എത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഒന്നാം പ്രതി. ആരൊക്കെയാണ് മറ്റു പ്രതികൾ? ലക്ഷ്മി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് തന്നെ കേസെടുക്കും. പക്ഷേ ഈ പമ്പയ സ്റ്റേഷനിൽ എടുക്കാനുള്ള ഒരു സാധ്യത കൂടെ നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. അതിന്റെ കാരണം ഈ ശബരിമലയും സന്നിധാനവും ഉൾപ്പെടുന്നത് പമ്പ സ്റ്റേഷൻ പരിധിയിലാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷാണ് അന്വേഷണ മേൽനോട്ടം എന്നതിനാൽ അദ്ദേഹത്തിന് കീഴിലുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിന്റെ പേരിലുള്ള FIR ആണ് അല്പസമയം മുമ്പ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പോറ്റിയെ ഒന്നാം പ്രതിയാക്കിയിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. മറ്റു ദേവസ്വം ജീവനക്കാർ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ അക്കാര്യം വാർത്ത നൽകിയതാണ്. കാരണം 9 പേരെ പ്രതിയാക്കും. ദേവസ്വത്തിലെ ആ 9 പേരുടെ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രതിപട്ടികയിലാണ് എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം വിശദമായി നൽകാൻ വേണ്ടി കഴിയും. നിലവിൽ ഈ 9 ദേവസ്വം ജീവനക്കാരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് സംഘം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി, ഇത് എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അനു? ലക്ഷ്മി, അതായത് വിശ്വാസവഞ്ചന, അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ, മോഷണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുമെന്നാണ് ഉച്ചയ്ക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ട പോലീസുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതൊക്കെ ഏതൊക്കെ സെഷനാണ് എന്നുള്ള കാര്യം അതും നമുക്ക് അല്പസമയത്തിനകം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നിലവിൽ കേസെടുത്തിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. മറ്റ് ദേവസ്വം ജീവനക്കാരെയും പ്രതികളാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ നീക്കം. ഇനിയിപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് 6 ആഴ്ചക്കുള്ളിൽ ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിന് മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. 2 ആഴ്ചക്ക് ഇടയ്ക്ക് ഒരു ഇടക്കാൽ റിപ്പോർട്ടും നൽകേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചനകൾ. അക്കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണ സംഘത്തിന്റെ സർവേ, അതായത് നിരീക്ഷണത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിലുള്ളത്. ലക്ഷ്മി, മറ്റാരെയൊക്കെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്? ദേവസ്വം ബോർഡിലെ ജീവനക്കാരാണോ ഇവർ ഇപ്പോഴും ജോലി ചെയ്യുന്നവരാണോ അതോ പെൻഷൻ പറ്റിയ മനുഷ്യർ വല്ലവരും ആണോ? 9 ദേവസ്വം ജീവനക്കാരെയാണ്, അവർക്കെതിരെയാണ് ഈ പറയുന്ന വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായ അവരുടെ പങ്ക് സഹിതം പറയുന്നത്. അതിൽ നിലവിൽ 2 പേർ മാത്രമാണ് ദേവസ്വത്തിൽ ജീവനക്കാർ. അതായത് നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഹരിപ്പാട് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ മുരാരി ബാബു ആണ് നിലവിൽ സസ്പെൻഷനിലാണ്. ആദ്യ നടപടി അദ്ദേഹത്തിനെതിരെയായിരുന്നു. ഇനി ഒരാൾ, അദ്ദേഹം ശബരിമല ദേവസ്വം മരാമത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് സുനിൽകുമാർ. അദ്ദേഹത്തിനെതിരെ നടപടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. മറ്റ് 7 പേരും വിരമിച്ച ജീവനക്കാരാണ്. അവരുടെ പേരുകൾ അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന D സുധീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ, അതുപോലെ തന്നെ ഈ വിവാദമായ ഉത്തരവ് ഇറക്കിയിട്ടുള്ള ദേവസ്വം സെക്രട്ടറി ജയശ്രീ, അന്ന് തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു, അതിനുശേഷം തിരുവാഭരണ കമ്മീഷണറായി വന്ന RG രാധാകൃഷ്ണൻ ചെന്നൈയിൽ പോയി മാസം രേഖപ്പെടുത്തിയെങ്കിലും ഈ തൂക്കക്കുറവ് കണ്ടിട്ടും അത് ദേവസ്വം ബോർഡിനെയോ അത് അറിയിക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റം. അതിനുശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി വന്ന K രാജേന്ദ്ര പ്രസാദ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജേന്ദ്രൻ നായർ, പിന്നെ നേരത്തെ പറഞ്ഞ സുനിൽകുമാർ, ഇങ്ങനെ 9 പേർക്കെതിരെയാണ് പ്രതികളാക്കി ദേവസ്വം ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുക. അതിൽ ആരൊക്കെ, ഏതൊക്കെ, എത്രാമത്തെ പ്രതി എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് അല്പസമയത്തിന് ശേഷം കൃത്യമായ വിവരങ്ങൾ നൽകാൻ വേണ്ടി കഴിയും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് കേസിലെ ഒന്നാമത്തെ പ്രതി. SP, വളരെ വേഗത്തിലുള്ള നടപടികളല്ലേ? കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം 6 ആഴ്ചക്കകം ഈ കാര്യങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള നടപടിയിലേക്ക് കടക്കുകയാണല്ലേ പ്രത്യേക അന്വേഷണ സംഘം? അല്ലാതെ മറ്റു മാർഗം അന്വേഷണ സംഘത്തിനോ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾക്കോ ഇല്ല. ഇവിടെ ഹൈക്കോടതി വളരെ കൃത്യമായുള്ള നിരീക്ഷണങ്ങൾ, ശബരിമലയിൽ സ്വർണം മോഷണം പോയി എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം, ഇക്കാര്യത്തിൽ അത് ദുരൂഹമാണ് എന്നുള്ള ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം അടക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ പോലീസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലാഘവ ബുദ്ധിയോടുകൂടി ഈ വിഷയത്തെ കാണാൻ വേണ്ടി കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ അത് പമ്പ സ്റ്റേഷനിൽ വേണോ, അതായത് ക്രൈം ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്ന രീതിയിൽ പമ്പ സ്റ്റേഷനിൽ വേണോ
വേണോ, അതോ ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന രീതിയിൽ ഇവിടെ വേണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള തീരുമാനം, അങ്ങനെ ചില പ്രൊസീജിയറുകളുടെ ഭാഗമായിട്ടാണ് ഇത്രയും ഒരു വൈകൽ. അതായത് ഇന്നലെ രാത്രി തന്നെ എടുക്കുമെന്നാണ് നമ്മൾ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വൈകിട്ടായിരിക്കുന്നു. അതിന് സ്വാഭാവികമായും അവർക്ക് അതിന്റെ കൃത്യമായ നിയമവശങ്ങളെല്ലാം പരിശോധിച്ചിട്ട് വേണം ഈ കാര്യം. ഒരു തരം വീഴ്ചയും ഇനി ഒരു വീഴ്ച അത് ഉണ്ടായി, അത് പോലീസ് അന്വേഷണത്തിലോ ഏതെങ്കിലും അന്വേഷണത്തിൽ ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സർക്കാരിന്, ദേവസ്വം ബോർഡിനെ ഒരുപക്ഷെ അങ്ങേയറ്റം അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ആയിപ്പോകും. അതുകൊണ്ട് കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. മാത്രമല്ല, ഹൈക്കോടതി ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ കേസിൽ സ്വമേധയാ കക്ഷി ചേർക്കുകയും ചെയ്തു. അതുകൊണ്ട് അതിന്റെ ഒരു മേൽനോട്ട ചുമതല റവാഡ ചന്ദ്രശേഖരനും സ്വാഭാവികമായി ഉണ്ടാവുകയും ചെയ്യും. ലക്ഷ്മി, കടത്ത്, സ്വർണ്ണ കൊള്ളയടക്കമുള്ള കാര്യങ്ങളാണ് അതിനകത്ത്, സ്വർണ്ണ മോഷണം പോലുള്ള കാര്യങ്ങളാണ് വിജിലൻസിന്റെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിലെല്ലാം തന്നെ വിപുലമായ ഒരു അന്വേഷണം വേണ്ടിവരില്ലേ? അതും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഇവർ കൊണ്ടുപോയി ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തിന് പുറത്തേക്കുമൊക്കെ അന്വേഷണം വ്യാപിക്കേണ്ടി വരില്ലേ? മാത്രമല്ല, തന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ആ തരത്തിൽ ഒരു അന്വേഷണ പരിധി തന്നെ വിപുലമാകുന്ന ഒരു സ്ഥിതിയില്ലേ അനു? അതായത് ചെന്നൈയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിൽ സ്വർണത്തിന് തരിമ്പേ ഇല്ലായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇത് ശരിയാണ്, കാരണം രണ്ടാമത് ഇത് കൊണ്ടുവരുമ്പോഴാണ് സ്വർണത്തിന്റെ ഒരു തരി പോലും ഇല്ലാത്തത്. പക്ഷെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരുമ്പോൾ സ്വർണത്തിന്റെ തരിമ്പ് ഉണ്ട് എന്നത്തെ ഹൈക്കോടതി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഉരുക്കി എത്തിച്ച സ്വർണത്തിന്റെ ഒരു ഭാഗം സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ കൂലിയായി വാങ്ങുന്നുണ്ട്. മറ്റതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞേൽപ്പിച്ച ആൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു. അവിടെ ഇപ്പോൾ ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ നടപടികളും അല്ലെങ്കിൽ അവരുടെ മൊഴികൾ പോലും വലിയ ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഇതാരാണ് ഈ കൽപേഷ് എന്ന് പറയുന്ന ആൾ? ആരാണ് അത്? ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞുകൊണ്ട് അയാളെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു ഈ ഒരു ക്യാരക്ടർ ആരാണ് എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ദുരൂഹമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കി ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ്.